ഹായ്, എല്ലാവർക്കും ഫിദ എക്കോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ ടോപ്പിക്ക് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും ഒരു ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ടോപ്പിക്, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയും. ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്താണ്? ഇറ്റ്സ് എ സ്മോൾ ഡിവൈസസ് പ്രോസസ്. അതല്ലേ മെഡിക്കൽ ഫീൽഡിൽ, അതായത് ഈ ഒരു സ്മോൾ ഡിവൈസസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്. തീരെ കേൾവിയില്ലാത്തവർക്ക് അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. അതുകൂടാതെ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു 40% കേൾവി കുറഞ്ഞവർക്ക്, അല്ലെങ്കിൽ 60% അല്ല, ഒരു 55% കുറഞ്ഞവർക്കൊക്കെ മാത്രമാണ് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കോക്ലിയർ ഇംപ്ലാന്റ് അങ്ങനെയല്ല. 90%, 100% അങ്ങനെ അത്രയും കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞവർക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റ്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറയാം. അതായത് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റിൽ ഓൾറെഡി നമ്മൾ ഡിവൈസ് ഇവിടെ വെച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോഡ്സ് വെക്കുന്നുണ്ട്. ആ ഇലക്ട്രോഡും ഇതും ഒരു മാഗ്നറ്റാണ്. അത് രണ്ടും അട്രാക്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള സൗണ്ട് വരുന്നത് ഇത് പുറത്ത് ഭാഗത്തുള്ള ശബ്ദം കേൾക്കും. ഈ പുറത്ത് ഭാഗത്താണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത്. സാധാരണ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കേൾക്കുന്നത്. ശരിക്കും ഞങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തവർക്ക് ഈ ഒരു മൈക്ക് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അത് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റിയ ശേഷം ഈ സിഗ്നലിൽ തലച്ചോറിലേക്ക് കൃത്യമായിട്ട് രീതിയിലേക്ക് അയക്കുന്നു. ഈ കോക്ലിയറിലുള്ള ഇലക്ട്രോഡ്സ് ബ്രെയിനിനുള്ളിൽ നിന്നാണ് ഈ കോക്ലിയർക്ക് ശബ്ദം നൽകുന്നത്. ഓക്കെ, ഈ കോക്ലിയർ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യുന്നത് വളരെയധികം കേൾവിയില്ലായ്മയ്ക്കും അനുഭവപ്പെടുന്നവർക്കാണ് ഇത് സാധാരണമായി നിർദ്ദേശിക്കുന്നത്. ഇതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവ വയ്ക്കാൻ സഹായിക്കും. 9 മാസം കുട്ടിയവർക്കും ഈ ശസ്ത്രക്രിയ സാധ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 6 month ആയിട്ടുള്ളവർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാ കേസുകളും വ്യത്യസ്തമാണ്. അതിനാൽ ഡോക്ടർമാരുടെ കേൾവി പരിശോധനകൾ ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ. ഈ കോക്ലിയർ ഇംപ്ലാന്റ് വയ്ക്കുന്ന ഒരു പുതിയൊരു യാത്രയുടെ തുടക്കമാണ്. അവർക്ക് ഇത് വയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ന്യൂ ലൈഫാണ്. അതിൻ്റെ പ്രോസസ്സ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, സ്പീച്ച് തെറാപ്പി ചെയ്യണം, അതേപോലെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം. ഇതെല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവരെന്ന് വെച്ചാൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് സ്പീച്ച് തെറാപ്പി പോകാനും മടിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം 2 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നവരേ ഉള്ളൂ. പക്ഷെ അത് പോരാ. അവരെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നവരെ എത്രത്തോളം സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ നമുക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവരോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് മിസ്റ്റേക്ക് എന്താണ് നമ്മളത് തിരുത്തി കൊടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരോടൊരു ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണ് പലർക്കും ഈ കോക്ലിയർ ഇംപ്ലാന്റ് പറയുന്നത്. എൻ്റെ ലൈഫും അങ്ങനെ തന്നെയാണ്. ഞാനൊരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തില്ലായിരുന്നു ഞാൻ ഇത്രയാവോ? ഇല്ല, പറ്റില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? അതെങ്കിലും പോട്ടെ, എനിക്ക് സ്വന്തമായിട്ട് ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റൂലായിരുന്നു. ഈ കോക്ലിയർ ഇംപ്ലാന്റ് പറയുന്നത് എൻ്റെ ഒരു ജേർണി, എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഓക്കെ.